നമസ്കാരം. ഇൻസൈഡിലേക്ക് സ്വാഗതം. പാറശാല ഷാരൂൺ കൊലക്കേസ് അപൂർവങ്ങളിൽ അത്യപൂർവം എന്ന് കണ്ടാണ് കോടതി പ്രതി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ചത്. ഗ്രീഷ്മയുടെ കാരാഗ്രഹവാസവും ഇന്നലെ അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ തുടങ്ങിയിരിക്കുകയാണ്. ഈ കോടതി വിധിയെ ചുറ്റിപ്പറ്റി ഇപ്പോഴും പല വിധത്തിലുള്ള അഭിപ്രായങ്ങളും ചർച്ചകളും നടക്കുന്നുണ്ട്. കാരണം കേരളം ഒന്നടങ്കം കാത്തിരുന്ന അല്ലെങ്കിൽ ആഗ്രഹിച്ചൊരു വിധിയായിരുന്നു ഷാരോൺ കൊലക്കേസിൽ ഗ്രീഷ്മയ്ക്ക് ലഭിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട ഇപ്പോഴും ചർച്ചകളും അഭിപ്രായങ്ങളും എല്ലാം തന്നെ ഇവിടെ പുരോഗമിക്കുന്നത്. അതേസമയം വധശിക്ഷ വിധിച്ച നെയ്യാറ്റിൻകര സെഷൻസ് കോടതി ജഡ്ജി എം ബഷീറിന് വലിയ പിന്തുണ അല്ലെങ്കിൽ വലിയ ആശംസകളായിരുന്നു സമൂഹ മാധ്യമങ്ങളിലൂടെയും എല്ലാം ലഭിക്കുന്നുണ്ടായിരുന്നത്. ഇപ്പോൾ ഈ ഒരു ഷാരോൺ ജാർജ് വധക്കേസിൽ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ച ജഡ്ജിയുടെ കട്ടൌട്ടിന് പാലഭിഷേകം നടത്താൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ ഒരു കൂട്ടം. ഓൾ കേരള മെൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് വൻ ആഘോഷത്തിന് ഇപ്പോൾ ഒരുങ്ങുന്നത്. ഇന്ന് സെക്രട്ടേറിയറ്റിന് മുൻപിലാണ് ആഘോഷങ്ങൾക്ക് കോപ്പുകൂട്ടുന്നത്. ഇന്ന് സെക്രട്ടേറിയറ്റിന് മുൻപിൽ രാവിലെ പടക്കം പൊട്ടിച്ചും പാലഭിഷേകം നടത്തിയും ആഘോഷമാക്കാനാണ് ഓൾ കേരള മെൻസ് അസോസിയേഷൻ തീരുമാനിച്ചിരിക്കുന്നത്. രാഹുൽ ഈശ്വറാണ് ഉദ്ഘാടനം. ഇന്ന് രാവിലെ 11 മണിക്കാണ് ആഹ്ലാദ പ്രകടനം സംഘടിപ്പിച്ചിരിക്കുന്നത്. മെൻസ് അസോസിയേഷൻ തന്നെ ഇത് സംബന്ധിച്ച് നോട്ടീസ് പുറത്തിറക്കിയിട്ടുണ്ട്. ഏതായാലും വലിയ രീതിയിലുള്ള ഒരു സന്തോഷ പ്രകടനം തന്നെയാണ് നടത്താനായിട്ട് ഓൾ കേരള മെൻസ് അസോസിയേഷൻ തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയാണ് ഗ്രീഷ്മയ്ക്ക് ശിക്ഷ വിധിച്ചത്. 2 ലക്ഷം രൂപ പിഴ ശിക്ഷയും വിധിച്ചിട്ടുണ്ട്. തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയതിന് 10 വർഷത്തെ തടവും അന്വേഷണത്തെ വഴിതെറ്റിച്ചതിന് 5 വർഷത്തെ തടവുമാണ് ഗ്രീഷ്മയ്ക്ക് വിധിച്ചിട്ടുള്ളത്. കേസിലെ 3ാം പ്രതിയായ ഗ്രീഷ്മയുടെ അമ്മാവൻ നിർമ്മൽ കുമാർ നായർക്ക് 3 വർഷം തടവ് ശിക്ഷ വിധിച്ചു. 2ാം പ്രതിയായ അമ്മ സിന്ധുവിനെ കോടതി വെറുതെ വിട്ടിരുന്നു. ജഡ്ജി എം ബഷീർ 8 മാസത്തിനിടെ വധശിക്ഷയ്ക്ക് വിധിക്കുന്ന 2ാമത്തെ സ്ത്രീയാണ് ഗ്രീഷ്മ. റഫീഖ എന്ന സ്ത്രീക്ക് കഴിഞ്ഞ മെയ് മാസത്തിൽ അദ്ദേഹം വധശിക്ഷ വിധിച്ചിരുന്നു. വിഴിഞ്ഞത്ത് ശാന്തകുമാരി എന്ന വയോധികയെ കൊലപ്പെടുത്തി മൃതദേഹം തട്ടിൻ പുറത്ത് ഒളിപ്പിച്ച കേസിലാണ് വിഴിഞ്ഞം ടൗൺഷിപ്പ് കോളനിയിൽ റഫീഖയെ കഴിഞ്ഞ മെയ് 22-ന് ജഡ്ജി എം ബഷീർ വധശിക്ഷയ്ക്ക് വിധിച്ചത്. ഇതുൾപ്പെടെ 4 വധശിക്ഷകളാണ് അദ്ദേഹം ഈ കുറഞ്ഞ കാലത്തിനുള്ളിൽ വിധിച്ചത്. 2024 ജനുവരിയിലാണ് എം ബഷീർ അഡീഷണൽ ജില്ലാ സെഷൻ ജഡ്ജിയായി നിയമിതനായത്. ഗ്രീഷ്മയും റഫീഖയും ഉൾപ്പെടെ 4 പേർക്ക് അദ്ദേഹം വധശിക്ഷ വിധിച്ചിട്ടുണ്ട്. 2 പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തവും 10 പേർക്ക് ജീവപര്യന്തവും വിധിച്ചിട്ടുണ്ട്. റഫീഖയ്ക്ക് പുറമെ റഫീഖയുടെ മകനും ഇദ്ദേഹം കൊലക്കയർ എന്ന് വിധി എഴുതിയിട്ടുണ്ട്. ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ വിധിച്ചുകൊണ്ടുള്ള വിധി വന്നതിന് പിന്നാലെ തന്നെ സമൂഹ മാധ്യമങ്ങളിലും എല്ലാം തന്നെ ജഡ്ജി എം ബഷീറിന് വലിയ ആശംസാ പ്രവാഹവും ബിഗ് സല്യൂട്ടുമായിരുന്നു ജനം നൽകിയിരുന്നത്. ഗ്രീഷ്മയ്ക്ക് വധശിക്ഷയും ലഭിച്ചതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഗ്രീഷ്മ ഷാരോണുമായി മുൻപ് ചാറ്റ് ചെയ്തിരുന്നതിന്റെ സ്ക്രീൻ റെക്കോർഡുകളും അതുപോലെ തന്നെ വോയിസ് മെസ്സേജുകളെല്ലാം തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെല്ലാം തന്നെ ഈ ഒരു വധശിക്ഷ വന്നതിന് ശേഷം പ്രചരിക്കുന്നുണ്ട്. പല അഭിപ്രായങ്ങളും ചർച്ചകളും ഉയരുമ്പോഴും ഇതിൽ ശ്രദ്ധിക്കപ്പെട്ടതും വിവാദങ്ങൾക്ക് വഴിവെച്ചതുമായ പ്രതികരണം വന്നത് ഹൈക്കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് ബി കമാൽ പാഷയിൽ നിന്നുമായിരുന്നു. പൊതുചിന്താധാരയ്ക്കെതിരായ അഭിപ്രായമാണ് അദ്ദേഹത്തിൽ നിന്നുണ്ടായതിന്റെ പേരിൽ വിമർശനവും അദ്ദേഹത്തിനെതിരെ കടുക്കുന്നത്. അതേസമയം കേസിൽ വധശിക്ഷ നൽകേണ്ട കാര്യമില്ലെന്ന് കമാൽ പാഷ വീണ്ടും ആവർത്തിക്കുകയാണ്. വധശിക്ഷ നൽകേണ്ട കേസല്ലെന്നും പ്രതി അവളായതാണ് പ്രശ്നമെന്നും കമാൽ പാഷ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുകയാണ്. ഈ വിഷയത്തിൽ ആളുകൾ അതിവൈകാരികമായാണ് കണ്ടതെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. 2 വർഷത്തിനിടെ എത്ര പെൺകുട്ടികൾ ഇവിടെ ദാരുണമായി കൊല്ലപ്പെട്ടു? സമൂഹം ചിന്തിക്കുന്നുണ്ടോ? പ്രണയം നിരസിച്ചതിനും വിവാഹം നിഷേധിച്ചതിനും എത്ര പെൺകുട്ടികൾ ഇവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം ചോദിക്കുന്നു. ആൺപിള്ളേർ പ്രണയം നടിച്ചു ചെല്ലും, പെൺകുട്ടി താല്പര്യമില്ലെന്ന് പറഞ്ഞാലും പിന്നാലെ നടക്കുമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. പ്രണയം നിഷേധിച്ചതിന് ഒരുവൻ പാറ്റ്നയിൽ പോയി തോക്ക് വാങ്ങി വന്ന പെൺകുട്ടിയെ വെടിവെച്ചു കൊന്നു, റോഡിലിട്ട് പെട്രോൾ ഒഴിച്ച് കത്തിച്ചു കൊന്നു. ഇതെല്ലാം ഇവിടെ തന്നെയാണ് നടന്നതെന്നും കമാൽ പാഷ പറഞ്ഞു. ഇത് ചെയ്തവരുടെ പേര് ആരെങ്കിലും ഇപ്പോൾ ഓർക്കുന്നുണ്ടോ എന്നും കമാൽ പാഷ ചോദിക്കുന്നു. ഇവിടെ പ്രതി പെൺകുട്ടിയായപ്പോൾ സമൂഹത്തിന് സഹിക്കുന്നില്ല. ഇതിനർത്ഥം ഗ്രീഷ്മയെ ന്യായീകരിക്കുന്നു എന്നല്ലെന്നും ജസ്റ്റിസ് കമാൽ പാഷ പറഞ്ഞു. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് ഗ്രീഷ്മ ചെയ്തത്. അങ്ങേയറ്റത്തെ തോന്നിവാസം. ഒരേ തരം കുറ്റങ്ങളെ 2 കണ്ണുകൊണ്ട് കാണരുത് എന്നാണ് ഞാൻ പറയുന്നത്. അവൾ പുറത്തിറങ്ങിയ സമൂഹത്തിന് ഭീഷണിയാണെന്ന് പറയുന്നു. കാണുന്നവർക്കെല്ലാം അവൾ കഷായം കൊടുക്കുന്നുണ്ടോ? ഈ പെൺകുട്ടിയുടെ അടുത്ത് പോയ പയ്യൻ കഷായം കുടിക്കാനോ പ്രാർത്ഥിക്കാനോ അല്ലല്ലോ പോയത്. പുണ്യപ്രവൃത്തിക്ക് പോയ ഒരാളെ
കൊലപ്പെടുത്തി എന്ന തരത്തിലാണ് സമൂഹം കാണുന്നത്. അതിവൈകാരിക പ്രതികരണമാണ്, അത് പാടില്ലെന്നാണ് തന്റെ അഭിപ്രായമെന്നും അദ്ദേഹം പറഞ്ഞു. ആ പെൺകുട്ടിയുടേത് ചെറിയ പ്രായമാണ്, അത് പരിഗണിക്കണം. മനംമാറ്റത്തിനും നല്ല നടപ്പിനും സാധ്യതയുണ്ടെന്നും വധശിക്ഷ വിധിക്കും മുമ്പ് പരിഗണിക്കണമായിരുന്നു. കൊലപ്പെടുത്താൻ ഒരുക്കിയ സാഹചര്യങ്ങളെ കുറിച്ചും വിധിയിൽ പറയുന്നു. അവനെ ഒരാളെ ലക്ഷ്യമിട്ടല്ലേ ഇത് ചെയ്തത്, മറ്റാരെയും ലക്ഷ്യമിട്ടില്ല. ഇതൊന്നും ചിന്തിക്കാതെയാണ് ആളുകൾ പ്രതികരിക്കുന്നത്. ഗ്രീഷ്മയ്ക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ തന്നെ കൊടുക്കണമായിരുന്നു. പഴയതുപോലെയല്ല, ഇളവ് കിട്ടാൻ, അതായത് ബുദ്ധിമുട്ടുള്ള കേസാണിതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. കേരളത്തിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട രണ്ടാമത്തെ സ്ത്രീയാണ് ഗ്രീഷ്മ. കഷായത്തിൽ കീടനാശിനി കലർത്തി നൽകിയ പാറശാല മുരിയങ്കര JP ഹൌസിൽ ഷാരോൺ രാജിനെ കൊലപ്പെടുത്തിയ കേസിലാണ് ഒന്നാം പ്രതി പാറശാല പൂമ്പള്ളിക്കോണം ശ്രീനിലയത്തിൽ ഗ്രീഷ്മയ്ക്ക് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി AM ബഷീർ വധശിക്ഷ വിധിച്ചത്. ഗ്രീഷ്മയ്ക്കെതിരെ 48 സാഹചര്യ തെളിവുകൾ ഉണ്ടെന്നും അപൂർവങ്ങളിൽ അപൂർവമായ കേസാണെന്നും കോടതി വിധിന്യായത്തിൽ ചൂണ്ടിക്കാട്ടി. ഗ്രീഷ്മയുടെ അമ്മാവന് മൂന്നാം പ്രതി നിർമ്മല കുമാരൻ നായർക്ക് 3 വർഷം തടവ് ശിക്ഷയും വിധിച്ചു. തെളിവ് നശിപ്പിച്ചു എന്നതാണ് നിർമ്മല കുമാരൻ നായർക്കെതിരെ കുറ്റം. ഗ്രീഷ്മ ചെയ്തത് സമർത്ഥമായ കൊലപാതകമാണ്. ആന്തരിക അവയവങ്ങൾ അഴുകിയാണ് ഷാരോൺ മരിച്ചത്. പ്രായക്കുറവ്, മികച്ച വിദ്യാഭ്യാസം തുടങ്ങിയവ പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകാതിരിക്കാൻ തടസ്സമല്ലെന്നും കോടതി പറഞ്ഞു. തട്ടിക്കൊണ്ടുപോകൽ, വിഷം നൽകൽ, കൊലപാതകം, പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കൽ എന്നീ കുറ്റങ്ങളാണ് ഗ്രീഷ്മയ്ക്കെതിരെ തെളിഞ്ഞത്. വിധി കേൾക്കാൻ എത്തിച്ചപ്പോൾ ഗ്രീഷ്മ ആദ്യം കരഞ്ഞെങ്കിലും വധശിക്ഷ വിധിച്ചപ്പോൾ നിർവികാരമായാണ് കേട്ടുനിന്നത്. സ്നേഹബന്ധം തുടരുമ്പോഴും ഷാരോണിനെ കൊല്ലാൻ ശ്രമിച്ച പൈശാചിക മനസ്സായിരുന്നു ഗ്രീഷ്മയ്ക്കെന്ന് കോടതിയും നിരീക്ഷിച്ചു. പ്രോസിക്യൂഷന്റെ വാദങ്ങൾ അതേപടി അംഗീകരിക്കുന്നതായിരുന്നു വിധി പ്രസ്താവം. ഗ്രീഷ്മ നടത്തിയത് വിശ്വാസവഞ്ചനയാണ്. മരണക്കിടക്കയിൽ കിടക്കുമ്പോഴും ഗ്രീഷ്മയെ ഷാരോൺ സ്നേഹിച്ചു. ഗ്രീഷ്മ ശിക്ഷിക്കപ്പെടരുതെന്നാണ് ഷാരോൺ ആഗ്രഹിച്ചതെന്നും 586 പേജുള്ള വിധിന്യായത്തിൽ കോടതി ചൂണ്ടിക്കാട്ടി.